ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീറ്റോ? എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നിവിടെ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം മഴയില്ലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എൻ്റെ കുളി കഴിഞ്ഞ കേട്ടോ. പിന്നെ ഫേസിൽ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. അപ്പോൾ മോനൂട്ടിന് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മോനുവിന് പനി കുറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഫുഡൊന്നും തീരെ കഴിപ്പ് ഭയങ്കര കുറവാണ് കേട്ടോ. എന്നാലും അപ്പം ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ച് നേരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, മേമയുടെ വീട്ടിൽ പോവാം, നമുക്ക് ഓട്ടോ പിടിച്ച് പോവാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ദോശയും സാമ്പാറും യൂഷ്വലി എല്ലാ കേരളീയരുടെ വീട്ടിലും ഉണ്ടാക്കണ പോലെ തന്നെ ഈ ദോശയും ഇഡ്ഡലിയും സാമ്പാറും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ, പുട്ട്, ഇതൊന്നും മിക്കവാറും അത് തന്നെയാണല്ലേ. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത്, പിന്നെ നമ്മൾ അമ്മയുടെ അടുത്തു നിന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചില സമയത്ത് ഈ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടും കേട്ടോ. അപ്പം വേറെ ടേസ്റ്റ് പോലെ തോന്നും എനിക്ക്. അതും എനിക്കിഷ്ടമാണ്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ്? എപ്പോഴും കഴിക്കുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ? തോന്നാറുണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ നമ്മൾ കടയിലൊക്കെ കഴിക്കണത്. ചില സമയത്ത് നമ്മൾ സാഹചര്യം കാരണം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല, ഹെൽത്ത് ഇഷ്യൂസ് വരും, അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ അപ്പോൾ അടുത്ത വെണ്ടയ്ക്ക നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അരിക്കുട്ടി തക്കാളിയൊക്കെ ഇട്ടിട്ട് എനിക്ക് സമയമില്ലായിരുന്നു തീരെ. നന്ദുകുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി. 7:30 ആകുമ്പോൾ ആൾക്ക് പോകണം. പിന്നെ ആളെ വിട്ടു ശേഷം ഞാനൊരു ചായ ഇട്ട് മഴയൊക്കെ കണ്ട് ഞാനങ്ങനെ ചായ കുടിച്ചു. നല്ല രസമാണല്ലോ ഈ മഴ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മഴ നമ്മൾ എത്ര കണ്ടാലും മതിയാവില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഫീലാണ് മനസ്സിന്. അപ്പം മോനും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജേർണൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. മിക്കവാറും ഈ കാര്യങ്ങളൊന്നും നടക്കാറില്ല. എന്നാലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചു. അപ്പോൾ മോനൂന് കുറച്ച് നേരം TV കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ TV ഇട്ട് കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇനി ഉണ്ടാക്കുകയാണ് ചെയ്യണത് കേട്ടോ. കുറച്ചുണ്ടാക്കി ഹസ്ബൻഡിന് കൊടുത്തു വിട്ടു. ഇനി നമുക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പം തന്നെ 12:30 ആയി. അപ്പോൾ എനിക്ക് ഇനി റെഡിയാക്കാനുള്ള സമയമായി. കാരണം മോനിന് ഒരു മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കണ്ടേ ഫുഡ്. അപ്പോൾ ഈ പാട്ട് അവൻ്റെ ഈ നേഴ്സറി സോങ്സ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അവരെയും ക്യൂരിയോസിറ്റി നമുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചുമ്മാ ഇങ്ങനെ ജേർണൽ ചെയ്തിട്ട് ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കാറില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കണേന്ന്. പക്ഷേ എനിക്കിങ്ങനെ എഴുതുമ്പോൾ എനിക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഇനി ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇന്നോട്ട് ചെയ്യണം, ഇതിലെഴുതുന്ന കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് കേട്ടോ. നോക്കാം ഇത് നടക്കും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഞാൻ പിന്നെ ബട്ടർ ഇട്ട് കൊടുത്ത് മോനൂന്. പിന്നെ നമ്മളിന്ന് പനീർ ബുർജിയാണ് ഉണ്ടാക്കണത്. ചപ്പാത്തിക്കും പൂരിക്കും പിന്നെ അപ്പം, പിന്നെ ദോശ, ചോറ്, ഇതിനൊക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് ജീരകം ഇട്ട് പിന്നെ സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിടണം, തക്കാളി ഇടണം കേട്ടോ. തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇടണം. എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു കേട്ടോ, ഒരെണ്ണം പോലും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആക്കുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇടണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ പനീർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചിട്ടാലും മതി കേട്ടോ. കൈ കൊണ്ട് ഈ ഫോർക്ക് ഉപയോഗിച്ചാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമേ. അങ്ങനെ നമ്മളതെല്ലാം ഇതുപോലെ ആക്കി കിട്ടും, പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. അങ്ങനെ ഇതും കൂടി ആഡ് ചെയ്ത് നല്ല ടേസ്റ്റാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഇത് പെട്ടെന്ന് റെഡിയാവും ഈ കറി. നമ്മുടെ ഈ പനീർ കറി ഉണ്ടാക്കണ അത്രയും ഒരു താമസം ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിൽ തന്നെ എല്ലാ പനീറിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല എല്ലാം പിടിക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ കസ്തൂരി മേത്തി, അത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്യണം.
പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് അത് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ കസ്തൂരി മേത്തി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. കസ്തൂരി മേത്തി ഇട്ടില്ല, ഗരം മസാല ഇട്ടു, മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ. മല്ലിപ്പൊടിയല്ല, മല്ലി ഇല ഇട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളിടുമ്പോൾ ഇതും കൂടി ഇടണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കസ്തൂരി മേത്തിയും ഇതൊന്നും ഇട്ടില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം ഇടാൻ മറന്നു പോയത് സമയമായി. അപ്പം മോനിന് റെഡിയാക്കി കൊടുക്കാനുള്ള സമയമായി, അവന് വിശക്കില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയെല്ലാം പറപറാന്നുണ്ടാക്കി എടുത്ത് കേട്ടോ. മഴ വരാനാണെന്ന് തോന്നുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ കുളിച്ചതാണ്, കുളിക്കുന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ചൂട് കൂടുതലെന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ വൈകുന്നേരം നല്ല മഴ പെയ്തു, നല്ല മഴയല്ല, ചെറിയൊരു ചാറ്റൽ മഴ. അപ്പോൾ ചൂട് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെയും വീണ്ടും അവർക്ക് വാഴയ്ക്കപ്പം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് ഉണ്ടാക്കുകയാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പഴുത്ത ഏത്തപ്പഴമാണ് ഭയങ്കര ടേസ്റ്റ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ. അല്ലാതെ കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരുന്നാൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൈദ ഉണ്ടെങ്കിൽ നമുക്ക് മൈദ ആഡ് ചെയ്യാം. ഗോതമ്പ് മാവ് മാത്രമാണെങ്കിൽ ഗോതമ്പ് മാവ് മാത്രം വെച്ച് ഞാൻ ഉണ്ടാക്കും കേട്ടോ. എനിക്കൊരു മൈദയും കൂടി ഇടുമ്പോഴാണ് ടേസ്റ്റ്, മൈദ മാത്രം വെച്ച് ഉണ്ടാക്കാനാണ് ടേസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ കുറച്ചും കൂടി. എന്നിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് പഞ്ചസാര ആഡ് ചെയ്യും, പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും, പിന്നെ ചിലർ എള്ള ആഡ് ചെയ്യും കേട്ടോ. കറുത്ത എള്ള ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, ഞാനതൊന്നും ആഡ് ചെയ്തില്ല. ഇത്രയും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചായക്കും വെച്ചു കേട്ടോ. ചായ വെച്ചു, അപ്പോൾ ചായ റെഡിയാക്കി, പിന്നെ ഹസ്ബൻഡിനും കൊണ്ടു കൊടുത്തു, ഞാനും കുടിച്ചു, മോനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കുടിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ടി വിയുടെ മുമ്പിൽ പോയി അവരെ കൂടെ ഇരുന്ന് കഴിക്കും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പോയി അവരെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചു കേട്ടോ. ഇതിപ്പോൾ 2 സാരി വാങ്ങിച്ചു വെച്ചിട്ട് കുറേ മാസമായി കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് സമയമില്ല. കാരണം നമ്മുടെ വീട്ടിലെ ജോലി എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഹോൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഇത് ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് ഇനിയും സമയം വേണ്ടി വരും. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ്, ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷനിലാണ് വരുന്നത്. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ കോളേജിൽ പോകുന്ന ടീച്ചേഴ്സിനോ ഒക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്തിട്ട് പോകാം. പിന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം. ഒരു 500 സംതിങ് താഴെയാണ് കേട്ടോ റേറ്റ്. എനിക്കൊന്ന് 400 സംതിങ്ങോ 500 സംതിങ്ങേ ഉള്ളൂ റേറ്റ് എന്ന് പറയുന്നത്. ഈ വിലയ്ക്ക് നമുക്ക് ഈ ഡ്രസ്സ് കിട്ടുമ്പോൾ നല്ലതായിട്ട് തോന്നി. എനിക്ക് ചില സമയത്ത് സാരിയൊക്കെ എനിക്ക് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കോട്ടൺ സാരി പ്രത്യേകിച്ചും. പക്ഷേ എനിക്ക് കോട്ടൺ സാരി ഉടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അറിഞ്ഞൂടായിക ഉണ്ട് കേട്ടോ. ഷിഫോണും നമ്മുടെ ഈ ജോർജറ്റ് സാരിയൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. നന്നായിട്ടെന്നല്ല, എനിക്ക് നല്ല സുഖമായിട്ട് അത് കറക്റ്റായിട്ട് വരും. പക്ഷേ കോട്ടൺ സാരി എടുക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൂടുതലായിട്ട് വരുന്ന പോലെ ഞാൻ അവിടെ ചെരുവിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ. നന്നായിട്ട് ഉടുക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയാണ്. ഇത് രണ്ടും നല്ല കളർ കോമ്പിനേഷനാണ്, വൈറ്റും ഒരു ഗ്രീനും ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഈ 2 കളറും എല്ലാവർക്കും ചേരുന്നൊരു കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ചേരും കേട്ടോ, നല്ല കളറ്. വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്കിത് വെയർ ചെയ്തിട്ട് പോകാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലേ. ബൈ, താങ്ക് യു.